الحمد لله على تابع نعمه وبارع مننه أكرمنا بخاتم الأنبياء أرسل هاديا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله سيد الأولين والآخرين شرح الله تعالى صدره ورفع ذكره ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب ബഹുമാന്യത്തെ വിശ്വാസികൾ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നൈമിഷികമായ നമ്മുടെ ഈ ജീവിതത്തെ ക്രമപ്പെടുത്താൻ മരണം പൂർണ്ണമായി മുഅ്മിനായി മരിക്കാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് എന്നോടും നിങ്ങളോടും ഉദ്ദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏകനായ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നതാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹുവിനെ അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാകുന്നില്ല. ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്ന് കൂടി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണല്ലോ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അറിയാതെയും അത് പഠിക്കാതെയും ആരുടെ വിശ്വാസം പൂർണ്ണമാവില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്രാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. അബൂ ഹുറൈറ ധരിക്കുന്ന ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഈ ഉമ്മത്തിൽ നിന്ന് എന്നെ കുറിച്ച് കേൾക്കുകയും
എന്നിട്ട് എന്തുകൊണ്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ വിശ്വസിക്കാതെ മരിക്കുകയും ചെയ്താൽ അവൻ നരകക്കാരനാകാതിരിക്കുകയില്ല എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അറിയാതെ അല്ലെങ്കിൽ പഠിക്കാതെ ആരുടെയും വിശ്വാസം എന്താവില്ല, അത് പൂർണ്ണമാവില്ല എന്നാണ്. അപ്പോ ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അടുത്തറിയാൻ കഴിയണം. കാരണം എന്താ? മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല. വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ, പക്ഷേ അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകന്മാരുടെ അവസാനത്തെ ആളുമാകുന്നു. വർത്തമാന ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത ധാരാളം ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് തങ്ങളെന്ന് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ തങ്ങളുടെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രം സ്വീകരിച്ച് ബാക്കി തള്ളി കളയുന്നവരെയും കാണാൻ സാധിക്കും. ഇങ്ങനെ ഇസ്ലാമിന്റെ അകത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിലും കാണുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ ചരിത്ര പശ്ചാത്തലങ്ങളെ അറിയേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ആഘോഷങ്ങൾ എന്ന ബിദ്അത്ത് നടക്കുന്ന മാസമാണിത്. അതെ, നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു മാസം. അതുകൊണ്ട് തന്നെ എന്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കണം? സലഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, പരലോകത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ആ ഇൽമിനെ നിങ്ങൾ തേടിപ്പിടിക്കണം, അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് പറയാണ്, ലിമൻ തദബ്ബറഹ തഖ്തദി തസ്ദീഖഹു ലാ ദറൂറത്തുൻ വതശ്ഹദു ലഹു ബിഅന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖൻ വലൗ ലം തകുൻ ലഹു മുഅ്ജിസത്തുൻ വൈറ സീറത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലകുഫി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുഅ്ജിസത്തും നൽകാതെ അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമായിരുന്നു ഉള്ളതെങ്കിലും അത് തന്നെ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ തെളിവാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് ഏതുപോലെയായിരിക്കണം? കമാനു അല്ലിമു സൂറത്ത മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കുന്ന പോലെയായിരിക്കണം. ആ രൂപത്തിലായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. പ്രവാചകന്റെ ജീവിത ചരിത്രം അറിയേണ്ടത് എങ്ങനെയാണ്? ആ കാലഘട്ടം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയാണ്. തെറ്റിദ്ധാരണയിൽ കഴിയുന്നവരെ സത്യം ബോധ്യപ്പെടുത്താൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടത്തിൽ തന്നെ ആ പ്രവാചകന്റെ വിമർശനം ഉണ്ടായി, അല്ലേ? അതേ, വഖാലു മാ ലിഹാദർ റസൂൽ യഅകുലു الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അങ്ങനെയാണ് ആ പ്രവാചകനെ ആ കാലഘട്ടത്തിൽ പോലും ആളുകൾ പറഞ്ഞു പോയത്. എന്താ പറഞ്ഞത്? വഖാലു, അവർ പറഞ്ഞു, മാ ലിഹാദർ റസൂൽ, ഇതെന്തൊരു പ്രവാചകനാണ്, യഅകുലു الطعام, ഭക്ഷണം കഴിക്കുന്നു, വയംശീ ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ കൂടെ നടക്കുന്നു, ഇതെന്തൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ആ കാലഘട്ടത്തിൽ പോലും ആളുകൾ വിമർശിച്ചിട്ടുണ്ട്, അല്ലേ? നോക്കൂ നിങ്ങൾ, എന്നും അങ്ങനെ തന്നെയാണ് പലപ്പോഴും നമ്മൾ പല ആളുകളെയും കാണാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ചില ആളുകൾ കാണുന്നത് അത്തരം ആളുകളെ അയാൾ ആ പണിക്ക് പറ്റൂല, ഈ പണിക്ക് പറ്റൂല, മൂപ്പര പണിയൊക്കെ എടുക്കുമോ, ഇപ്പൊ സ്റ്റേജ് അതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ വേർതിരിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ആ കാലഘട്ടത്തിൽ ആളുകൾ പല രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. എന്ത് പ്രവാചകനാണിത്? ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടി കൂടെ നടക്കുന്നു, പറയാണ് എന്താണ് ഭക്ഷണം കഴിക്കുന്നില്ലേ, ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്ക വണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് അത് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനെ അങ്ങനെ വിമർശിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുന്നവർക്ക് വിജ്ഞാനം കൊണ്ട് മറുപടി കൊടുക്കാൻ സാധിക്കണമെന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ എങ്ങനെ സ്വന്തം ശരീരം കൊണ്ട് കവചം തീർത്ത് സംപ്രദിച്ചവരാണ്. അത് നാം മറക്കാൻ പാടില്ല. വിമർശകർ പോലും ഒടുവിൽ അദ്ദേഹത്തെ അംഗീകരിച്ച ചരിത്രമാണ് വായിക്കാൻ സാധിക്കുക. സുമാമയുടെ ചരിത്രം അബൂ ഹുറൈറ ഹദീസിൽ കാണാം. യമനിലെ രാജാവായിരുന്ന സുമാമയെ ബന്ദിയാക്കി സ്വഹാബികൾ എന്ത് ചെയ്തു? മദീനത്തെ പള്ളിയിൽ എത്തിച്ച ചരിത്രമുണ്ട്. എന്നിട്ട് സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം കൊടുത്തു. എന്താ? നിങ്ങൾ ബന്ദിയാക്കി കൊണ്ടുവന്നത് ഒരു രാജാവിനെയാണ്, അദ്ദേഹത്തോടും കൂടെയുള്ളവരോടും നിങ്ങളെ മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു രാജ്യത്തിന്റെ ഒരു സ്ഥലത്തിന്റെ രാജാവാണ്. ആ രാജാവിനെ ബന്ദിയാക്കിയാണ് കൊണ്ടുവരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബ കിറാമിനോട് പറയുന്നത് അവരോട് മാന്യമായി പെരുമാറണമെന്നാണ്. കൂടെയുള്ളവരോടും ഒക്കെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. കാരണം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം മോശമായി കണ്ട സുമാമ, അതെ, ഇതുപോലത്തെ മുഖം ഈ ഭൂമിലോകത്ത് ഇത്ര വെറുപ്പുള്ള മുഖത്തെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ പിന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതുപോലെ ദീനിനെ ഇത്രമാത്രം വെറുത്തത് വേറെ ഈ ലോകത്തില്ല. അതോടൊപ്പം തന്നെ ഇത്ര വെറുപ്പുള്ള രാജ്യം എനിക്ക് എന്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ പ്രവാചകനെയും ഈ മതത്തെയും അതേപോലത്തെ മക്കാരാജ്യത്തെയും ഒക്കെ എടുത്തുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വരികൾ കാണാൻ സാധിക്കും. എന്നിട്ട് സുമാം പറയാണ്, എന്താ പറയുന്നറിയോ? ഇതിന് പറയാണ് അദ്ദേഹം ഓരോന്നും പറയാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട, ഇത്രയും ഒരു മഹബത്തുള്ള, ഇത്രമാത്രം സ്നേഹമുള്ള ഒരു മുഖം വേറെയില്ല, ഇത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു മതം എനിക്ക് വേറെയില്ല, ഇത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു രാജ്യവും എനിക്ക് വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സുമാമയുടെ ചരിത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിന്റെ ഒരു രാജാവായ ആ രാജാവിനെ പിടിച്ചുകൊണ്ടുവരുന്ന രംഗം പോലും ചരിത്രത്തിൽ പഠിപ്പിക്കുമ്പോൾ ആ രാജാവിനോട് പോലും എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല ആളുകൾക്ക് പല കാഴ്ചപ്പാടുകൾ കാണുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം എന്നതിന്റെ ശക്തമായ താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ് ഈ ചരിത്ര സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, സ്വഹാബികളുടെ സ്വഭാവം അദ്ദേഹത്തെ എത്തിച്ചത് ഇസ്ലാമിലേക്കാണ്. വിമർശകർ ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുമ്പോൾ ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പഠിക്കുന്നതിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് അദ്ദേഹത്തെ പിന്തുടരാൻ വേണ്ടിയാണ്, ആ പ്രവാചകനെ പിന്തുടരാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലെ 50-ലധികം സ്ഥലങ്ങളിലെ അദ്ദേഹത്തെ പിന്തുടരണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതെ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ആ പ്രവാചകൻ കൊണ്ടുവന്നതിൽ നിങ്ങൾ പിൻപറ്റണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് നിങ്ങൾ നിരോധിച്ചത് അതിന് നിങ്ങൾ ഫൻതഹു പാടെ മാറ്റിവെക്കണമെന്നാണ് പഠിപ്പിച്ചത്. വത്തഖുള്ള, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, കാരണം ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു അതികഠിനമായി അതിശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പഠിപ്പിച്ചു. അതെ, നബിയെ പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം.
ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അതെ, യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപം പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കാരുണ്യ കടലാണ് എന്ന് പഠിപ്പിച്ചു. നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അങ്ങനെ കാണാം. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, ആ പ്രവാചകനെ അനുസരിക്കണം. അല്ലാഹുവിനെ അനുസരിക്കണം, പ്രവാചകൻ അനുസരിക്കണം. എന്നാൽ ഇന്ന് പലരും അനുസരിക്കുന്ന ആരെയാണ്? അതെ, ഒരു പെരുന്നാളിന് നമ്മള് വസ്ത്രം വാങ്ങുമ്പോ ഇന്ന് കണ്ട അഥവാ പുതിയ സിനിമയിൽ ഇറങ്ങിയ ഡ്രസ്സിന്റെ കോലമേതാൻ, ആ ട്രെൻഡാണ് നമ്മൾ അനുകരിക്കാറുള്ളത്. എന്നാൽ ആ രംഗത്ത് ഇന്ന് കാണുന്നതോ ചീഞ്ഞാർന്ന വർത്തമാനങ്ങളാണെങ്കിൽ അതിന് മതരംഗത്തുള്ള ഒരാളെ പറ്റിയാണ് കേൾക്കുമ്പോഴോ നമ്മൾ അയാളെ പച്ചയായി തള്ളാറുണ്ട്, അല്ലെ? അയാളെ വെറുക്കാറുണ്ട്, അയാളെ കൺമുൻപിൽ കണ്ടാൽ പരിഹസിക്കാറുണ്ട്. എന്നാൽ എന്റെ ഇത്തരം ആളുകളുടെ ചീഞ്ഞാർന്ന വർത്തമാനം കേട്ടപ്പോൾ പോലും അവരുടെ വേഷവിധാനങ്ങളെ നിരാകരിക്കാനോ പ്രതിഷേധിക്കാനോ എന്തെങ്കിലും വാക്കുമൊഴിയാനോ ഒഴിയാടാനോ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ കടന്നു പോകാനോ സാധിക്കാതെ പോയി. അതാ അനുകരണത്തിന്റെ ക്രമം അങ്ങനെയാണ്. എന്നാൽ ഒരു മതരംഗത്തിലെ ആളെ കുറിച്ചാണ് കേട്ടതെങ്കിലോ നമ്മൾ പാടെ അയാളെ ഒന്നുമല്ലാതെയാക്കുന്ന ഒരു കോലത്തിലേക്കും, അതേ ഭൗതിക രംഗത്ത് ഈ ലോകത്തെ സിനിമാ രംഗത്തുള്ള ആളുകളെ കുറിച്ചുള്ള ചീഞ്ഞ വർത്തമാനം കേട്ടപ്പോ നമുക്കൊരു വിഷമവും തോന്നിയില്ല. എന്നിട്ടും അവരെ ട്രെൻഡുകളാണ്, അവരെ വേഷവിധാനങ്ങളാണ്, അവരെ കോലങ്ങളാണ്, അവരെ ഫാൻസുകളായിക്കൊണ്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പ്രവാചകൻ നമ്മൾ കാണിച്ചത് എന്താണ്? നിരാകരണമാണോ, വെറുപ്പാണോ, അഥവാ ആ പ്രവാചകൻ ഇഷ്ടമുണ്ടായിട്ടാണോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുന്നുണ്ട്. ജീവിതത്തിൽ മാതൃകയാക്കാൻ പൂർണ്ണമായും സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയില് അത് നമുക്ക് മാതൃക കാണാൻ സാധിക്കും. ഒരു ഭരണാധികാരിയാവണോ, ഒരു പിതാവാകണോ, ഒരു അയൽവാസിയാവണോ, ഒരു നേതാവാകണോ, ഉദ്യോഗസ്ഥനാകണോ, തുടങ്ങിയ എല്ലാ മേഖലകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. അങ്ങനെ ഒരു ഭരണാധികാരി ആയതുകൊണ്ടാണ് സുമാമക്ക് പോലും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യമായതെങ്കിൽ, അങ്ങനെ നേതാവായത് കൊണ്ടാണ് ഇസ്ലാമിലേക്ക് പല സ്വഹാബത്തിനും കടന്നു വരാൻ സാധിച്ചതെങ്കിൽ, അങ്ങനെ ഒരു പിതാവായത് കൊണ്ടാണ് മറ്റു ആളുകൾക്കും അത് അനുകരിക്കാൻ കഴിഞ്ഞതെങ്കിൽ, ഒരു അയൽവാസി നല്ലൊരു അയൽവാസി ആയതുകൊണ്ടാണ് മറ്റുള്ള മതങ്ങളിലെ ആളുകളെ കുറിച്ചും എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാൻ ഇസ്ലാമിലെ കാഴ്ചപ്പാടുകളെ ശക്തമായി പഠിപ്പിച്ചതെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ ആ ഉദ്യോഗസ്ഥനുണ്ടായിരിക്കുന്ന റോൾ എന്താണ്? അതേ പിന്നിലൂടെ എന്താ പറയാ, അല്ലെ, പണം വാങ്ങുന്ന, കൈക്കൂലി വാങ്ങുന്ന, അല്ലെ, അതുപോലെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരിക്കേണ്ട പവർ എന്തായിരിക്കണം? പ്രവാചകന് കൃത്യമായ മാതൃകയുണ്ട്. അതോടൊപ്പം തന്നെ ആ നിലക്കുള്ള ഒരുപാട് മേഖലകളിൽ ഒരു നല്ല ഭർത്താവായും അതേപോലെ തന്നെ ഒരു നല്ലൊരു പിതാവായും നല്ലൊരു മോശനായും ഒക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന വരികളെ ആ പ്രവാചകന്റെ റോൾ മോഡൽ സ്വീകരിക്കുന്നിടത്ത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടോ പരിശോധിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത്, ബിംബത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവാചകനെയാണ്. താടി വളർത്തുന്ന കോടിക്കണക്കിന് വിശ്വാസികൾ അവരോട് ചോദിച്ചു നോക്കൂ, എന്താണ് ഇതിന്റെ മഹത്വം, ഇതെന്റെ മുത്തലിൽ പഠിപ്പിച്ചതെന്ന് പറയാൻ ഒരു വിൽമിട്ടവും ഇല്ലാത്തവർ. എന്നാൽ ചില ആളുകൾക്കോ എന്താണ് ഇതിലൊക്കെ, അങ്ങനെ കിടക്കുന്നു, ഒരു നീളത്തിൽ താടി കിടക്കുന്നു, ഒന്ന് വൃത്തിയായി കൊണ്ടു നടന്നുകൂടെ, അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് മുമ്പിൽ അത്തരം ആളുകളും മറുപടി ഇതെന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ, കോടിക്കണക്കിന് വിശ്വാസികളിൽ ആ ഒരു നേതാവിനെ അനുകരിക്കുന്നത് ആ രൂപത്തിലാണെങ്കിൽ, നമ്മൾ അനുകരിക്കുന്നതോ ഇന്നത്തെ തലമുറ അനുകരിക്കുന്നത് ക്ലബുകളിലെ കളിക്കാരെയും അതേപോലെ ഈ രംഗത്തുള്ള ആളുകളൊക്കെയാണ് അനുകരിക്കുന്നതെങ്കിൽ, അവരെങ്ങനെയാണ് താടി വെച്ചത്, അവരെങ്ങനെയാണ് മുടി വളർത്തിയത്, അവരെങ്ങനെയാണ് വേഷവിധാനം സ്വീകരിച്ചത്, അതിനനുകരിക്കുന്നുവെങ്കിൽ ഇതാ സ്വഹാബത്ത്, അതേ താബിഈങ്ങളും തബഉ താബിഈങ്ങളും സലഫുകളെ, അതേ അയിമ്മത്തുകളെ ഒക്കെ എടുത്ത് പരിശോധിച്ചു. അവരൊക്കെ പറയുന്ന വിഷയം എന്താണ്? ഇതെന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ആ റസൂലിന്റെ മുഖത്തേക്ക് നോക്കണ്ടേ? നാളെ പരലോകത്ത് ആ റസൂലിന്റെ മുഖത്തേക്ക് നോക്കാൻ അത് കഴിയുന്നത് അത്തരം ആളുകൾക്കായിരിക്കും എന്നുള്ളത് തീർച്ചയായും നമുക്ക് അവിടെ സ്ഥിരപ്പെടുത്താൻ കഴിയും. കാരണം ആ പ്രവാചകന്റെ സുന്നത്തിന് സ്വീകരിച്ചവരാണ് അവർ, അതേ നിരാകരിച്ചവരല്ല. അതേ തലമറക്കുന്ന കോടിക്കണക്കിന് സ്ത്രീകളെ കാണാം. എന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീക്ക് അനുവദിച്ച പഠിപ്പിച്ച ഇസ്ലാമിക വേഷവിധാനമുണ്ട്, അത് സ്വീകരിച്ചവരാണവർ. അതെ, ഇത് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ് സ്വീകരിച്ചവർ. അതേ, തലേദിവസം രാത്രി ഇശാഇന്റെ സമയത്ത് ഇറങ്ങിയ ആയത്ത് പിറ്റേദിവസം സുബഹിക്ക് വരുന്ന സഹോദരിമാരെ സ്വഹാബ വനിതകളെ കാണുന്നത് അവരെ പെട്ട് കീറി, അതേ തലയണ കീറി, ആ തലയണ പഞ്ഞെല്ലാം ഒഴിവാക്കി മുഖമക്കനെ സ്വീകരിച്ചുകൊണ്ടാണ് പിറ്റേദിവസം സുബഹിന്റെ രാവിൽ സ്വഹാബ വനിതകള് ജമാഅത്തിന് പള്ളിയിൽ വന്നത്. അവരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. എന്റെ വിശുദ്ധ ഖുർആനിലെ മക്കനയുടെ ആയത്തിറങ്ങി, ജിൽബാബിന്റെ ആയത്തിറങ്ങി, ആയത്തിറങ്ങിയപ്പോഴോ സ്വഹാബ വനിതകള് വീട്ടിൽ പോയി അവരെ തലയണ കീറുക, പഞ്ഞി ഒഴിവാക്കിയ, എന്നിട്ടോ അത് മുഖമക്കനെ സ്വീകരിച്ചുകൊണ്ട് സുബഹിന്റെ രാവിലെ ജമാഅത്തിന് പള്ളിയിൽ വരുന്നു. അതാണ് പ്രവാചകനോടുള്ള അനുകരണം, പ്രവാചകനോട് ഇത്തിബാ എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വാക്ക് നോക്കാൻ സാധിക്കും. അഫ്ദൽ മുസ്ലിമീന റജുലുൻ അഹ്യാ സുന്നത മിൻ സുനനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉമീതത ഫസ്ബിറു യാ സുഹാബു സുനനി റഹിമകുമുല്ലാഹ് ഫഇന്നകും അഖല്ലുൻ നാസ്. അതേ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലച്ചു പോകുന്ന സുന്നത്തുകൾ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നവനാണ്. സുന്നത്തിന്റെ വക്താക്കളെ നിങ്ങൾ ക്ഷമിക്കുക, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. തീർച്ചയായും നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറവാണ് എന്നാണ്. അഥവാ അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നവർ അത് കുറവാണെങ്കിലും ശരി, നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത്, ഭൂരിപക്ഷത്തെയല്ല എന്നത് കൂടി ഈ അധ്യാപനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പിൻപറ്റുക എന്താണ് ഒന്നാമത്തെ പഠനം. രണ്ടാമത്തേത് ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ നബിയെ പഠിക്കണമെന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ചു പോയത് ഖുർആനും സുന്നത്തുമാണ്. ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കും എന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നു, അവർക്ക് വ്യക്തമായി കൊടുക്കുന്നു. അവർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ആയത്തിലൂടെ സുന്നത്ത് പ്രമാണമാണ് എന്ന് ഈ ആയത്തിലൂടെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ മാത്രമല്ല പ്രമാണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കുന്നവർ സുന്നത്തും സ്വീകരിക്കണമെന്നർത്ഥം. ഖുർആൻ മാത്രം മുന്നിൽ വെച്ച് ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല. നമസ്കാരം, ഹജ്ജ് പോലുള്ള കർമ്മങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ മാത്രമായി എടുത്തു പരിശോധിച്ചാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടാൻ എവിടെ ഖുർആൻ ആയത്ത് നമുക്ക് ലഭിക്കുക? സുജൂദ് ചെയ്യുമ്പോൾ പ്രാർത്ഥനകൾ എവിടെയാണ് ഖുർആൻ ലഭിക്കുക? അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ സുന്നത്ത് എന്നതിനെ സ്ഥിരപ്പെടുത്തേണ്ടതും നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ടത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു തിരുക്കുന്ന ഹദീസിൽ കാണാം, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മാഹു. എന്താ പറഞ്ഞത്? നിശ്ചയം എനിക്ക് കിതാബും അഥവാ ഖുർആൻ അതിന്റെ കൂടെ അതുപോലെ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചത്. മൂന്നാമത്തേത് ഈമാൻ പൂർത്തിയാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. ഈമാൻ പൂർത്തിയാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ഉമറെ, ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോ എന്നെ കഴിഞ്ഞാൽ താങ്കളെയാണ്. അപ്പൊ നബി പറഞ്ഞെന്താ? ലാ വല്ലദി നഫ്സി ബിയദിഹി ഹത്താ കൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക. നോക്കൂ നിങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി എന്താ? എന്നെ കഴിഞ്ഞാൽ എനിക്ക് താങ്കളെയാണ് ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ഇല്ല, മുസ്ലിം ആയിട്ടില്ല. ഫഖാലഹു ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, ഫഇന്നഹു ആന വല്ലാഹി ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. റസൂലേ, അങ്ങനെ മുഅ്മിനാവുകയില്ല എങ്കിൽ ഇതാ എന്നെ കഴിഞ്ഞില്ല, താങ്കളെ കഴിഞ്ഞല്ലാതെ എനിക്ക് ലോകത്ത് ഒരാളെയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പഠിപ്പിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകഎന്താ? അൽ ആന യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് പൂർണ്ണമായി എന്ന. അപ്പൊ എല്ലാത്തിനേക്കാളും, തന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും എന്താണ് നഷ്ടം പറ്റുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തെക്കാളും നാം ഇഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മണിമേടയായ നമ്മുടെ കൊട്ടാരമായ വീടിനേക്കാളും ഒക്കെ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയും നമ്മുടെ പ്രവാചകനെയുമാണ്. ഇല്ലെങ്കിലോ ദൂരവ്യാപകമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും
നമുക്ക് വരാനുണ്ട് എന്നതുകൂടി മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഈമാന്റെ പൂർത്തീകരണത്തെ ഇവിടെ സ്ഥിരീകരിക്കുന്നത്. അതേ ശൈഖ് ഹുസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകമുണ്ട്, ഇൽമിന്റെ വിദ്യാർത്ഥികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം പഠിക്കുവാൻ ആവേശം കാണിക്കേണ്ട നിർബന്ധമാണ്. എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം പഠിപ്പിക്കുന്നത് ഈമാൻ വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ അതൊരു മനുഷ്യൻ നബിയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ ശ്രമിക്കണമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതേപോലെ നാലാമത്തത് വിജ്ഞാന ശേഖരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതേ വമ്പിച്ച വിജ്ഞാന ശേഖരമാണ് പ്രവാചക ജീവിതം. അത് വിശ്വാസമുണ്ട്, വിധിവിലക്കുകളുണ്ട്, ദാവാരങ്ങളുണ്ട്, അധ്യാപനമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ജിഹാദുണ്ട്, സ്വഭാവമര്യാദുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ജീവചരിത്രം പഠിക്കണമെന്നാണ് അവിടെയും പഠിപ്പിക്കുന്നത്. കാരണം എന്താ? അക്ഷരഭ്യാസമില്ല, എഴുത്തുവാനും അറിയാത്ത ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ പ്രത്യേകത അവരെ കൃത്യമായി ഖുർആന്റെ ആയത്തുകളെ ഓതിക്കൊടുക്കുന്നു, സംസ്കരിച്ചെടുക്കുന്നു. അതേ ഹിക്മത്തും ഖുർആൻ സുന്നത്തും വരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. കാരണം വ്യക്തമായ വഴികളിലായിരുന്നു അതിനു മുമ്പ് എന്ന് ആ ആയത്തുകൾ പഠിപ്പിക്കുമ്പോൾ ആ സമൂഹത്തിലേക്ക് വാറ്റിയെടുത്ത ഉദാഹരണം എന്തായിരുന്നു എന്നതിന് കൃത്യമായി ചരിത്ര പശ്ചാത്തലങ്ങളെ പഠിക്കണമെന്നാണ് സമൂഹത്തോട് അതേ വിശുദ്ധ ഖുർആനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെ ശേഖരം, പ്രവാചകന്റെ അധ്യാപനങ്ങൾ, ചരിത്രങ്ങൾ അയവിറക്കേണ്ടത് ഈ സന്ദർഭത്തിൽ മാത്രമല്ല, എപ്പോൾ നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. നബിയുടെ സ്നേഹം വർദ്ധിക്കും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ. അതാണ് ശൈഖ് സുലൈമാൻ റുഹൈലി പറയുന്നത്, നിങ്ങൾ നബിയുടെ ചരിത്രം വായിക്കുക. അള്ളാഹുവാണ് നബിയുടെ ചരിത്രം വായിച്ച ഒരാൾക്കും അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിക്കാതിരുന്നിട്ടില്ല. നബിയുടെ ചരിത്രം സംഭവം നിങ്ങൾ ഇന്ന് വായിച്ചു, നാളെ വീണ്ടും അത് വായിച്ചാലോ അത് ആവർത്തിച്ച് വായിച്ചാലോ അള്ളാഹുവാണ് സത്യം, അദ്ദേഹത്തോടുള്ള സ്നേഹം വീണ്ടും വർദ്ധിക്കും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുന്നതിൽ നിന്ന് നമ്മൾ അകന്നു പോയതാണ്. ഇന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് നൂലാമാലകളും അന്ധവിശ്വാസങ്ങളും പ്രവാചകന്റെ പേരിലുള്ള ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം കൂടി ചരിത്രം പഠിക്കാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസികളിൽ ആ പ്രവാചകനെ ഒന്നാമതായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ്, എന്താണ് പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് ആ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച വിഷയങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാനും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും പ്രവാചകങ്ങളുടെ മഹബത്ത് വർദ്ധിപ്പിക്കാനും സാധിക്കൂ എന്നത് കൂടി മഹാന്മാരുടെ ചരിത്ര ഉദ്ധരണികളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് ജീവിതത്തിൽ ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ അടുത്തറിയാനും അത് ഉപയോഗപ്പെടുത്താനും അതിനുവേണ്ടി ആ ചരിത്ര പശ്ചാത്തലങ്ങളെ പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറുഹു. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd, ittaqullaha ibadallah, usikum bittaqwa. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയെ കൂടെ സൂക്ഷിക്കണേ ഓർമ്മ വിശ്വാസികളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നൂലാമാലകൾ, വിദാത്തുകൾ നിരന്തരം ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടവരാണ്. കാരണം അറിയോ, ചില മഹല്ലുകളൊക്കെ അങ്ങനെയായി മാറിയിട്ടുള്ള പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പഴയ മഹല്ലുകൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ മഹല്ലുകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയുള്ള യുവാക്കളെ ചോര തിളക്കുന്നത് ഇത്തരം പിന്നെ പരിപാടികൾ കാണുമ്പോൾ നമുക്കും എന്തായാലും കൂടി കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അതാണ് സൂചിപ്പിച്ചത്. ചരിത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ ദുഹാ സമയത്ത് മരണപ്പെടുമ്പോൾ, ലോകത്തോട് വിട പറയുമ്പോൾ, വഫാത്താകുമ്പോൾ, ആ സമയത്താണ് നമ്മളിവിടെ തുള്ളിച്ചാടുന്നത്. ആ സമയത്താണ് നമ്മളിവിടെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നത്. മദീന കറങ്ങ ദിവസം, സ്വഹാബത്ത് വറങ്ങലിച്ച ദിവസം, പ്രവാചകന്റെ സ്വഹാബത്ത് ആ ബോധരഹിതനായി കടന്നുപോയ സന്ദർഭം,
അതേ ആ പ്രവാചകന്റെ മേനിയഴകിലേക്ക് മേത്തിക്കല്ലെങ്കിൽ ആ കബറിലേക്ക് മണ്ണ് വാരിടാൻ പോലും പ്രയാസപ്പെട്ടു പോയ സഹാബത്തിന്റെ ചരിത്രം പഠിക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മളിവിടെ തുള്ളിച്ചാടുന്നത്, ആ ദുഹാന്റെ സമയത്ത് റാലി പോകുന്നത്, പായസം കുടിക്കുന്നത്, നോമ്പെടുക്കാൻ പറഞ്ഞ ദിവസം നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ച ഞാൻ ക്ഷണിച്ചു നോമ്പെടുക്കാൻ ആവശ്യപ്പെട്ടത്. ഇനി വരാൻ പറഞ്ഞ തിങ്കളാഴ്ചയോ ആഘോഷം നടക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടത്. അഥവാ ഒരു വിരാത്ത് വന്നു കഴിഞ്ഞാൽ സുന്നത്ത് അസ്തമിക്കുന്നു, സുന്നത്ത് അവിടെ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മൾ എങ്ങനെയായിരിക്കണം? തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം, ശക്തമായി പിടിക്കണം എന്ന് ആവശ്യപ്പെട്ടു. വയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണേ. വമുഹ്ദസാത്തിൽ ഉമൂർ, അതേ പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താ? വഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും എന്താണ്? എല്ലാ വിജയത്തും എന്താണ്? അതെ, അത് കൃത്യമായി പഠിപ്പിക്കുന്ന ബിദാത്തായ കാര്യമാണ്, വഴികളായ കാര്യമാണ്. വകുല്ല ബിദാത്തും വലാല, എല്ലാ ബിദാത്തും എല്ലാ പുതിയതും എന്താണ്? അത് വലാലത്തിലേക്കാണ് പഠിപ്പിച്ചുവെങ്കിൽ നമ്മളൊക്കെ അതിന്റെ ആളുകൾ നമുക്കൊന്നും കൂടി കൊടുത്താൽ എന്ന് പറഞ്ഞു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകുന്നുവെങ്കിൽ അവർക്ക് ഈമാന്റെ തരിമ്പ് പോലുമില്ല, ആ പ്രവാചകനോട് ഒരു സ്നേഹമില്ല എന്നതുകൂടി നാം കൃത്യമായി അടിവരട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസികളെ, ഞാനിതിവിടെ ആവർത്തിച്ചതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ പറയേണ്ടതുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്കെന്നെ തോന്നിയേക്കാം. ഉണ്ട് എന്നതാണ് അതിന്റെ വസ്തുത, അതിന്റെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വരും തലമുറക്കും ഇതൊക്കെ പകർന്നു കൊടുക്കുന്നത് അനിവാര്യമായത് കൊണ്ടാണ് സൂചിപ്പിച്ചത്. വിശ്വാസികളെ, ശരിക്കിന്റെ വരികൾ പാടിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെയുള്ള വരികളാണല്ലോ, ശിർക്കിന്റെ വരികളാണല്ലോ. വിശ്വാസം അപൂർണമാവുകയാണല്ലോ, അഥവാ ശിർക്കിലേക്ക് കടന്നു പോവുകയാണല്ലോ ഈ ഉമ്മത്തി എന്നത്. കാരണമായി നമ്മൾ ചിന്തിക്കുകയും അതേ അഗാധമായ ദുഃഖം അത് നമ്മൾ സമർപ്പിക്കുമ്പോൾ, രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ ശരിക്കും അടുത്തറിയാം, പ്രവാചകന്റെ ചരിത്രമൊന്നും പഠിക്കാം. അതിലൂടെ നമ്മുടെ വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും അഥവാ മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിനെ അരക്കിട്ടുറപ്പിക്കാൻ ആ ഒരു മേഖലയിൽ ശ്രദ്ധ നമുക്കുണ്ടാവണം, ജാഗ്രത പാലിക്കണം. ഫാത്തിമിയാക്കളിൽപ്പെട്ട ഉബൈദിയാക്കൾ എന്ന് പറയുന്ന തീവ്ര വിഭാഗമായ ശിയാക്കളാണ് ഈ ആചാരം കൊണ്ടുവന്നത്. അവരാരാ? ഈ ആയിഷ വ്യഭിചാരിണിയാന്ന് പറഞ്ഞവർ, ആയിഷ വ്യഭിചാരിണിയാന്ന് പറഞ്ഞവർ. അതേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വഹാബത്തിനെ പോലും മോശമായി കണ്ട ആളുകളാണവർ. സ്വഹാബത്തിനെ പോലും അവര് മോശമായി കണ്ടവരാണെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. അതേ, ആരെ? 3 ഖലീഫമാര് നരകത്തിലാന്ന് പറഞ്ഞവർ, 3 ഖലീഫമാര് നരകത്തിലാന്ന് പറഞ്ഞു. ആര്? ഫാത്തിമിയാക്കളിൽപ്പെട്ട, ഉബൈദിയാക്കൾ എന്ന് പറഞ്ഞ ശിയാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, തീവ്രചിന്തയുള്ളവർ. ആയിഷ മോശക്കാരിയാക്കി. അതേ, 3 സ്വഹാബിമാര്, 3 ഖലീഫമാര് നരകത്തിലാന്ന് പറഞ്ഞവർ. നഊദു ബില്ലാഹ്, ഈ വിഭാഗത്തിന്റെ ആഘോഷമാണ് ഇവർ നടക്കുന്നതെങ്കിൽ വിശ്വാസികളെ, എന്തുകൊണ്ട് ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ ഒരു വിരാഗത്തിന് നാം തിരിച്ചറിയാതെ പോകണം? അതുകൊണ്ട് സമൂഹത്തിൽ പല ആഘോഷങ്ങളും ഉണ്ടാവും, മാനുഷികമായ പല ബന്ധങ്ങൾ നമുക്ക് അവരോടാവാം. അത് ഓണം ആഘോഷമാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, അതൊക്കെ അതിൻ്റെതായ പരിധിയിൽ വെക്കുക. വിശ്വാസത്തെ പണയം വെക്കാൻ പാടില്ല. അതെ, അതിനെ നമ്മൾ നിരാകരിക്കുന്നുവെങ്കിൽ, അഥവാ ഈ നബിദിനാഘോഷത്തെ നമ്മൾ വിമർശിക്കുന്നുണ്ടോ, അതുപോലെ കാണേണ്ട മറ്റ് 2 മേഖലയാണ് ഈ ഓണവുമായി ബന്ധപ്പെട്ടും ക്രിസ്മസുമായി ബന്ധപ്പെട്ടും. പക്ഷേ വിശ്വാസ രംഗം അവിടെ ഒരിക്കലും പണയപ്പെടുത്തിക്കൂടാ. മാനുഷികമായ ബന്ധങ്ങൾ നമുക്കുണ്ടാവാം എന്നല്ലാണ്ട് അവരെ ആഘോഷങ്ങളോടും അവരുടെ വിശ്വാസങ്ങളൊക്കെ നാം ഒരിക്കലും യോജിച്ചു പോകലല്ല, സമരസപ്പെട്ടു പോകലല്ല, അതിനോട് എതിരാകുകയാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇതിനെ വിമർശിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ പരിഗണിക്കണമെന്നുണ്ട് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ചരിത്രം പഠിക്കാനും ഒക്കെ നാം ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ ശരിയായ രൂപത്തിൽ അനുധാവനം ചെയ്യാൻ നാം ശ്രദ്ധിക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സുന്നത്തിനെ ജീവിപ്പിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുതും വലുതുമായ പാപം അല്ലാഹു അവന്റെ മഹത്തായ പദവി കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ രോഗികളായി അല്ലാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മാഫത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ മയ്യിത്ത് നമസ്കരിച്ചവരാണ്. നമ്മുടെ മഹലിലുള്ള ഒരു ഉമ്മയാണ്, ഒരു മാതാവാണ്.
നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ ഒരു പ്രവർത്തകരുടെയൊക്കെ മാതാവാണ്, നമ്മളൊക്കെ ബന്ധുക്കളും കുടുംബവുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും പിന്നെ മയ്യത്തുകളെ നമസ്കരിച്ചവരാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. കുടുംബാംഗങ്ങൾ ക്ഷമിക്കാനും കൊടുക്കാനും സഹിക്കാനുമുള്ള കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടങ്ങളുടെ പ്രയാസപ്പെടുന്ന അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു മാഫൂൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.